സഹോദരരെ നമസ്കാരം. മാച്ച് 32 LSG vs RR ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 159-6 എന്ന നിലയിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഒരു സമയത്ത് 140 പോലും കഴിയില്ല എന്ന് വിചാരിച്ച ടീമാണ് 159. ആറാമത്തെ വിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ ഇമ്പാക്ട് പ്ലെയർ ശുഭനത്തിൽ ഇറക്കി ജഡുവും ശുഭവും കൂടെ ലാസ്റ്റ് 25 ബോളിൽ 49 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് അവരെ 159 റൺ എത്തിച്ചത്. എന്നാലും അടിപൊളി. അവർ പവർ പ്ലേയിൽ 44-3 എന്ന നിലയിലായിരുന്നു. ജയ്സ്വാൽ 12 ബോൾ 22, 4 ഫോർ അടിച്ചിട്ടുണ്ടായിരുന്നു. വൈഭവ് 11 ബോൾ 8, 2 ഫോറേ അടിച്ചുള്ളൂ. അതും വൈഭവ് ഔട്ടാവുന്നതിന് മുമ്പ് മോസിൻ ഖാൻ്റെ ഒരു ഓവറിൽ, അത് വിക്കറ്റ് മെയ്ഡിൻ ഓവറാണത്, 5 ബോൾ ഡോട്ടും 6ാമത്തെ ബോൾ ഔട്ടും. അത് വൈഭവിൽ നിന്ന് ഒരിക്കലും നമ്മളതിന് പ്രതീക്ഷിക്കാത്ത, അത് യങ്സ്റ്റർ മറ്റേ ചോര തറച്ചിരിക്കുന്ന ഒരു പയ്യൻ എന്നൊക്കെ പറഞ്ഞൊരു പയ്യൻ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഔട്ടാണ്. 5 ഡോട്ട് ബോളും ഒരു മെയ്ഡിൻ വിക്കറ്റ് കൊടുക്കാന്നൊക്കെ പറയാൻ സൂപ്പർ. എന്തോ ആയിക്കോട്ടെ. അതിന് പരാഗ് ക്യാപ്റ്റൻ സിനിക്കുന്ന പറയാൻ പറ്റത്തില്ല. ക്യാപ്റ്റനാണ് 19 ബോൾ 20 റൺസ്, 2 4 1 6. എറ്റ്മയർ 18 ബോൾ 22 റൺസ്, 2 4 1 6. ജഡ്ഡു 29 ബോൾ 43 റൺസ് നോട്ട് ഔട്ട്, 2 4 1 6. ഫെറേറ അതുപോലെ 19 റൺസ് 20. അതിനിടയ്ക്ക് എന്താ പറയുക, ഒരു റൺ ഔട്ട് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇവർ ബൈലോ റൂൾസ് അറിയാത്ത പിള്ളേരാണോ ഇവിടെ LSG കളിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറഞ്ഞു കൊടുത്തില്ലേ ടെക്നിക്കൽ ടീംസിൽ ബാറ്റിംഗ് കോച്ച്, ബോളിംഗ് കോച്ച്, ആ കോച്ച്, ഈ കോച്ച്, ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞിട്ടുള്ളവർ എന്താ പറയുക, സ്റ്റമ്പ് വീണ് കഴിയുകയാണെങ്കിൽ അപ്രൂട്ട് ചെയ്ത് സ്റ്റമ്പ് ചെയ്യണമെന്ന് ഇതുവരെ ആരും പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. ഇനിയെങ്കിലും ബാക്കിയുള്ളവർ മനസ്സിലാക്കുക, ഒരിക്കൽ സ്റ്റമ്പ് വീണ് കഴിഞ്ഞാൽ അപ്രൂട്ട് ചെയ്ത് മാത്രം വീണ്ടും ഔട്ടാക്കുക എന്നുള്ളത്. ആദ്യം സ്റ്റമ്പ് ചെയ്തിട്ട് പിന്നെ അപ്രൂട്ട് ചെയ്തിട്ടെന്ന് എനിക്ക് ചിരി വന്നു കേട്ടോ. ഞാൻ അമേച്ചർ ക്രിക്കറ്റ് കണ്ട് മാത്രമുള്ള ഒരാളാണ്, കളിച്ച് പരിചയമുള്ള ആളൊന്നുമല്ല. എന്നാൽ പോലും നമ്മൾ അമേച്ചർ ആണെങ്കിലും ഇവർ പ്രൊഫഷണൽ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ മിനിമം ക്വാളിറ്റി കാണിക്കേണ്ടതല്ലേ. ഒരു മിനിമം ക്വാളിറ്റി കണ്ടില്ല, ഉള്ളതാവട്ടെ. എന്തായാലും ഈ സ്കോറ് LSG ചേസ് ചെയ്യുമോ ഇല്ലേ നമുക്ക് നോക്കാം. 6 ഓവറിൽ മാർഷും മാർക്കറും കൂടെ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിന്നും പോകേണ്ട ആവശ്യമൊന്നും വരത്തില്ല. പക്ഷേ ആർച്ചർ ഈ സീസണിൽ ഫസ്റ്റ് ഓവറിൽ എന്തായാലും മോസ്റ്റ് പ്രോബ്ലി ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുക്കുമോ ഇല്ല നമുക്ക് നോക്കാം. ആർച്ചർ എങ്ങനെ എറിയും എന്നുള്ളത് പോലെ ഇരിക്കും. ഇനി ഇതിനിടയ്ക്ക് ഇനി പരാഗമെന്ന് പറഞ്ഞിട്ട് ജഡുവിന് വീണ്ടും ഓവർ എടുക്കില്ലെങ്കിൽ എന്തായാലും നോക്കും. അങ്ങനെയാണെങ്കിൽ ഫിക്സിംഗ് ആണെന്ന് ഞാൻ വീണ്ടും പറയേണ്ടി വരും കേട്ടോ. കാരണം 2 പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരു 4 ഓവർ ജഡുവിന് കൊടുക്കാണ്ട് പരാഗ് ഒരു 5 റൺസ് വിക്കറ്റ് എടുത്തൊരു കളി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. കഴിഞ്ഞ കളി ജഡു 3 ഓവർ 8 റൺസ് 2 വിക്കറ്റ് എടുത്തവന് ജഡുവിന് ഓവർക്കാർ വേറെത്തിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വീണ്ടും RR ഒരു ഫിക്സിംഗ് റേഞ്ചിലോട്ട് പോകണോ ഇല്ലേ എനിക്ക് സംശയം തോന്നാം. കാരണം ഞാൻ എൻ്റെ എന്താ പറയുക തോന്നലുകൾ പറയുന്നത് മാത്രം, എനിക്ക് എൻ്റെ തോന്നലുകൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ് ടു ടോക്ക്. താങ്ക് യു സോ മച്ച്. സെക്കൻഡ് ഇന്നിംഗ്സ് കഴിഞ്ഞ് കാണാം. ബൈ.